നമസ്കാരം. നാദാപുരത്തിൻ്റെ മണ്ണിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളിലേക്ക് സ്വാഗതം. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിന് തുടങ്ങുകയാണെങ്കിൽ സോളിഡ് ബ്രിക്കും GI പൈപ്പും വരുന്നൊരു കോമ്പിനേഷനിലാണ് കോമ്പൗണ്ട് വാൾ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. സാം വില്ല എന്നാണ് ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത്. ഇവരുടെ മക്കളുടെ എല്ലാം പേരിൻ്റെ ആദ്യ അക്ഷരം ചേർത്ത് വെച്ചിട്ടാണ് സാം വില്ല എന്ന് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് കോമ്പൗണ്ട് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. GI പൈപ്പും HPL ഷീറ്റുമാണ് ഗേറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി വരികയാണെങ്കിൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് വിശാലമായിട്ടുള്ള ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. 2 അടി മണ്ണിന് സ്വർണത്തിൻ്റെ വിലയാണെന്നറിയാം. എങ്കിലും നിങ്ങൾക്ക് ഭൂമി സ്വന്തമായിട്ടുണ്ടെങ്കിൽ വലിയൊരു മുറ്റമുള്ള വീട് നിർമ്മിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുക. വലിയൊരു മുറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ വീടിൻ്റെ ഭംഗി കുറേയൊക്കെ നമുക്ക് ആ മുറ്റത്ത് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഈ വീടിൻ്റെ ആംബിയൻസിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി കൂടെയാണ്. നാച്ചുറൽ സ്റ്റോണാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. അതിനിടയിലെല്ലാം നടന്ന് കയറുന്ന ഭാഗത്ത് നാച്ചുറൽ ഗ്രാസ് നൽകിയിരിക്കുന്നു. കാറ് കയറി വരുന്ന ഭാഗത്ത് ഗ്രാസ് നൽകിയിട്ടില്ല. നേരെ കാർ പോർച്ചിലേക്ക് വരുന്ന ഈ ഭാഗം മുഴുവൻ കല്ലുകൾ മാത്രമായിട്ട് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങളിലെല്ലാം നാച്ചുറൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. കൊറിയൻ ഗ്രാസും ബഫല്ലോ ഗ്രാസുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ടെറാക്കോട്ട ക്ലാഡിംഗ് ബ്രിക്കുകൾ ഫ്രണ്ടിൽ പതിപ്പിച്ചിരിക്കുന്നു. വലിയ ഗ്ലാസ് വിൻഡോസുകൾ നൽകിയിരിക്കുന്നു. ഫിക്സഡ് വിൻഡോസ് ആണ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് MS റാഡുകൾ കൊണ്ടുള്ള ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നു. നേരെ നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വുഡൻ എലമെൻറ്റ്സ് വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കണ്ടംപററി ഔട്ട്ലുക്ക് വരുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഫീച്ചേഴ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. വീടിനോട് ചേർന്നാണ് ഇവിടുത്തെ കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് ഒരു കാറിനും ബൈക്കിനും ഒരേപോലെ നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കാർ പോർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ തന്നെ ആ ഒരു ബോക്സ് ഷേപ്പ് ലഭിക്കുന്ന രീതിയിലാണ് കാർ പോർച്ചിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യാത്തതുപോലെയാണ്. സാധാരണ നമ്മൾ ഈ ലൈനിൽ നിന്നും പുറത്തേക്ക്, അതായത് സൺഷെയ്ഡ് വെക്കുന്ന സമയത്ത് സൺഷെയ്ഡിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റെപ്പുകൾ ചെയ്യുക. എന്നാൽ ഈ വീട്ടിൽ തറയ്ക്കകത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പില്ലറുകൾക്ക് പുറത്തേക്ക് സൺഷെയ്ഡുകൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും സ്റ്റെപ്പുകൾ നനയാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് കയറി വന്ന് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കാനുള്ളൊരു സ്പേസ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. 2.5 മീറ്ററാണ് സിറ്റ് ഔട്ടിന് ഇവിടെ വീതി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 4 മീറ്ററോളം സിറ്റ് ഔട്ടിന് ലെങ്ത്ത് വരുന്നുണ്ട്. 2 ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വുഡൻ ചെയേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വിൻഡോസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ, സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് നൽകിയിട്ടുള്ള ഡിസൈനാണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത്. തേക്ക് മരമാണ് വിൻഡോസിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഫ്രണ്ട് ഡോറിൻ്റെ ആക്സസ് വരുന്നത്. ആ ഭാഗം മൊത്തം വുഡൻ റേപ്പേഴ്സ് നൽകിയിരിക്കുകയാണ്. മുകളിൽ അറബിക് കാലിഗ്രഫിയിൽ ഒരു മെറ്റൽ ആർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് സിമ്പിളായിട്ട് കണ്ടംപററി സ്റ്റൈലിൽ ഗ്രൂവ് ചെയ്ത ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലെ 2 വാളിലും വാൾ റീപ്പറിന് മുകളിൽ ഇതേപോലെ ഭംഗിയുള്ള 2 വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇയാമ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇയാമ ആർക്കിടെക്ട്സ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും കേരളത്തിന് പുറത്തും ഇൻറ്റീരിയർ വർക്കുകളും കൺസ്ട്രക്ഷൻ പ്ലസ് ഇൻറ്റീരിയർ ഡിസൈനും റെനോവേഷൻ പ്ലസ് ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തു വരുന്ന സ്ഥാപനമാണ് ഇയാമ ആർക്കിടെക്ട്സ്. ഇവരുടെ വർക്കുകൾ മുമ്പും നമ്മുടെ ചാനലിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ വീട്ടിലെ ഇൻറ്റീരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒക്കെ ലിവിങ് സ്പേസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫാമിലി ലിവിങ് സ്പേസ് വരുന്ന സമയത്ത് നേരെ ഇടത് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഫോർമൽ ലിവിങ് സ്പേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഒരു പ്ലൈവുഡ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. വെനീർ കൊണ്ടാണത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നു. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് കയറി വരികയാണെങ്കിൽ ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. SPC ഫ്ലോറിങ്ങുകളാണ് നിലത്ത് നൽകിയിരിക്കുന്നത്. ഒരു ഫോം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് നൽകിയിട്ടാണ് SPC ഫ്ലോറിങ്ങുകൾ നൽകുക. 2 ഭാഗത്തും സോഫ സീറ്ററുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ 2 പേർക്ക് ഇരിക്കാം, ഇവിടെ 3 പേർക്ക് ഇരിക്കാം എന്ന രീതിയിലാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ലിവിങ് സ്പേസിൽ ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ മുഴുവനായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ലൂവേഴ്സാണ് രണ്ട് ഭാഗം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു, ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. വുഡൻ ലൂവേഴ്സ് നൽകിയിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ വാൾപേപ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലൊരു TV നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. വലിയ നീളത്തിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. മുകളിൽ പ്ലൈവുഡിൻ്റെ മുകളിൽ വെനീർ ചെയ്തിരിക്കുന്നു. അടിയിൽ ലാമിനേറ്റ്, മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റൂമിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ജനലുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കർട്ടൻ നൽകിയിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടാണ്. ഫ്രണ്ടിലൊരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ നൽകിയിരിക്കുന്നു. അകത്ത് ഒരു ഷിയർ കർട്ടനും നൽകിയിട്ടുണ്ട്. സോഫകളുടെ ഡിസൈനും അതിൻ്റെ എംബ്രോയിഡറി വർക്ക്സൊക്കെ എനിക്ക് നല്ല രീതിയിൽ, നല്ല ഭംഗിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു സ്പേസിന് നൽകിയിരിക്കുന്നത്. പാർട്ടീഷൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ഭാഗം മാത്രം MS പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വുഡൻ എലമെൻ്റാണ്. ഈ ഭാഗത്തെല്ലാം ഇതേപോലെ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചവിട്ടി കയറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നേരെ നമ്മളിനി അടുത്തത് വരുന്നത് ഈ വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ചെറിയൊരു പാസേജ് ഇവിടെയും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ പ്ലാനിങ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫാമിലി ലിവിങ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് പറയുകയാണെങ്കിൽ 4 മീറ്ററാണ് ഇവിടെ നീളം വരുന്നത്, 3.60 വീതി വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് 2 സോഫ സീറ്ററുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വീടിനകത്തേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. അലുമിനിയം വിൻഡോസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഫിക്സഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കാനൊന്നും പറ്റില്ല. ആ ഭാഗത്തുകൂടെ നല്ല രീതിയിൽ ലൈറ്റ് ഈ ഒരു ലിവിങ് സ്പേസിലേക്ക് ലഭിക്കുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പ്ലൈവുഡ് ഉപയോഗിച്ച് പാനലിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ബ്ലാക്ക് ബീഡിങ് കൊടുത്തിട്ട് ഡെക്കറേഷൻ വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ സീലിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഒരു ലൂവർ ടൈപ്പ് പാറ്റേൺ ആണ് സീലിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിനകത്ത് നിന്നും നമ്മൾ പാസേജ് സ്പേസിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് 2 ഭാഗത്തും ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. GI പൈപ്പിൽ പൗഡർ കോട്ടഡായിട്ട് പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. ഫാമിലി ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ പാസേജിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു പാസേജിലാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ 8 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെയറുകളെല്ലാം അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കളർ പാലറ്റാണ് ചെയറുകൾക്ക് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന തരത്തിലുള്ള കൗണ്ടർ ടോപ്പുള്ള ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാൾ ഡെക്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതേപോലെ വുഡൻ ബീഡിങ്ങുകൾ കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് വാൾപേപ്പർ ചെയ്തിരിക്കുകയാണ്. അതിൽ 2 വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പെബിൾസും കാര്യങ്ങളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് വാള് ലഭിക്കുന്നുണ്ട്. ഇത്തരം വാളുകളെ നമ്മൾ കർട്ടൻ വാളുകൾ എന്നാണ് വിളിക്കുക. അതായത് ഗ്ലാസ് ആയിരിക്കും, ഗ്ലാസ്സിനിടയിൽ ചെറിയ പാർട്ടീഷൻസ് ഇതേപോലെ നൽകിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. മുമ്പ് നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടിരുന്ന ഒരു സ്റ്റൈലാണ് ഈ പറയുന്ന കർട്ടൻ വാളുകൾ. ആ ഒരു സ്റ്റൈൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് അലുമിനിയമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ സീലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് സീലിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സീലിങ്ങിൽ നിന്നും താഴോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മിനിമൽ ഡിസൈനിൽ വരുന്ന ബ്ലാക്ക് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ലൈറ്റാണ് ഹാങ്ങിങ് ലൈറ്റായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പർ ചെയ്തിരിക്കുകയാണ്. അതിലൊരു മിറർ നൽകിയിരിക്കുന്നു. ഒരു മെറ്റാലിക് ഫ്രെയിം വരുന്ന തരത്തിലാണ് മിററുകൾ ചെയ്തിരിക്കുന്നത്. കൊറിയൻ ടോപ്പാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. മൾട്ടി വുഡ്
വുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വാഷ് ബേസിൻ വന്നു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കിച്ചൻ്റെ എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തും ഓപ്പൺ സൈഡ് വരുന്നത് ഇവിടെ. ഒരു സെർവിങ് ഏരിയ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ചെയറുകൾ, വുഡൻ ചെയറുകളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഫാമിലി മാത്രമാണുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു കിച്ചണിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇനിയിപ്പം എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുകയാണ്, നമ്മുടെ ഗസ്റ്റുകളെല്ലാം ഡൈനിങ് സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഫുഡ് ഇവിടെ നിന്നും ഈസി ആയിട്ട് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാനും സാധിക്കും. ആ രീതിയിലൊരു ഡെലിവറി യൂണിറ്റ് പോലെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പ്ലൈവുഡ് ഉപയോഗിച്ച് പാനൽ ചെയ്തിട്ട് അതിന് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4.20 ഇതിന് നീളം വരുന്നത്, 3.60 വീതി വരുന്നത്. ഈ വീട്ടിൽ ഒരു ഫോർമൽ കിച്ചണുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, കാരണം അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പല വീടുകളിലും നമ്മൾ വർക്ക് ഏരിയ ഷൂട്ട് ചെയ്യാത്തത്. ഫോർമൽ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൻ്റെ ബേസ് ക്യാബിനറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് അക്രിലിക് ഉപയോഗിച്ചിട്ടാണ്. മൾട്ടിവുഡിൽ കബോർഡുകൾ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോറിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഫിനിഷിനെയാണ് ഈ അക്രിലിക് ലാമിനേഷൻ എന്ന് പറയുക. അക്രിലിക് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മൈക്ക ലാമിനേറ്റ് ചെയ്യുന്നതിനേക്കാളും തിളക്കം കൂടുതലായിരിക്കും, ഒരു ഗ്ലാസ് ഫീല് കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള അക്രിലിക് ലാമിനേഷൻ നൽകുന്ന സമയത്ത്. എന്നാൽ അതേ സമയത്ത് ഗ്ലാസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ഗ്ലാസ് പെട്ടെന്ന് ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുകയോ സ്ക്രാച്ച് പെട്ടെന്ന് വരുമോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ അക്രിലിക്കിൽ വരില്ല. ഗ്ലാസിൻ്റെ അത്രയും സ്ക്രാച്ചുകളൊന്നും അക്രിലിക്കിൽ വരില്ല എന്നുള്ളതാണ് ഈ ഒരു ഫിനിഷ് ആളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു ടോൾ യൂണിറ്റാണ് ഈ ഒരു സ്പേസിൽ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. മുകളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റുകളും നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇത് ചെയ്യുന്ന ഇൻറ്റീരിയർ കമ്പനി തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. ബാക്കി ബേസും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തതുപോലെ തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചെയറുകളെല്ലാം വുഡൻ ചെയറുകളാണ്. വുഡൻ ചെയറുകൾ രണ്ട് ഭാഗത്തും നൽകിയിരിക്കുന്നു. ബാക്കി നേരെ നമ്മളിതിൻ്റെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സീലിങ്ങിൽ കാര്യമായ ഡെക്കറേഷൻ വർക്കുകളൊന്നും നൽകിയിട്ടില്ല. പകരം ഒരു പ്രൊഫൈലായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഫ്ലോറിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. സിറ്റ് ഔട്ട് ആയാലും വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഭാഗമായാലും ബെഡ്റൂമുകളായാലും ഒക്കെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും ഇറ്റാലിയൻ മാർബിളാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ടച്ച് വരുന്ന മാർബിളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലൂണ ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലത്തെ പാറ്റേണുകൾ അവൈലബിൾ ആവും. ഇത്തരം പാറ്റേണുകളൊക്കെ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന ഇറ്റാലിയൻ ഷെയ്ഡ് മാർബിളുകളാണ്. സ്കേർട്ടിംഗ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ സ്കേർട്ടിങ്ങുകളാണ് നൽകിയിട്ടുള്ളത്. അത് നല്ല ഹൈറ്റൊക്കെ കുറച്ച് ഒരു 5 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് വരുന്ന രീതിയിൽ അതിൻ്റെ എൻഡ് ഭാഗം മോൾഡ് ചെയ്തിട്ട് വുഡൻ സ്കേർട്ടിങ്ങുകളാണ് നൽകിയിട്ടുള്ളത്. ഞാനിപ്പം നിൽക്കുന്നത് ഈ വീട്ടിൽ പാസേജ് സ്പേസിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു നിസ്കാര റൂം, ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ ലിവിങ്ങും പ്രെയർ റൂമും തമ്മിലുള്ള പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മുസ്ലിം വീടാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രെയർ റൂം ആവുന്ന സമയത്ത് ഒരു ഒബ്ലൂഷൻ യൂണിറ്റ്, അതായത് വുളു എടുക്കുന്ന ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നിസ്കരിക്കുന്ന ഏരിയ. അതൊരു ഡോറൊക്കെ കൊടുത്ത് ഡോറിൻ്റെ മുകളിൽ CNC വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഒരു 4 പേർക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ 1.80 2.50 സൈസിൽ വരുന്ന ഒരു നിസ്കാര യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ആദ്യത്തെ ബെഡ്റൂം നിൽക്കുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ഭാഗത്താണ്. പാസേജിൽ നിന്ന് നേരെ കയറി വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകളും കെയിൻ മാറ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെനീർ ലാമിനേറ്റ് ആണ് ഔട്ട് സൈഡിൽ ആ ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നതെല്ലാം മൈക്ക ലാമിനേഷനാണ്. ഇതിനെയാണ് നമ്മൾ കെയിൻ മാറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്ലാസ്സിനെയാണ് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ് ആണ്, അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു റീപ്പർ ഡിസൈനുകൾ ഉണ്ടാവും. ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം.
സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് ഞാൻ ആദ്യമേ തന്നെ പറയാം. കഴിഞ്ഞ വീഡിയോയിലെല്ലാം റൂം സൈസ് പറയാത്തതിൽ കമൻറ്റുകൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിൽ സൈസുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതേപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചോളൂ. അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സുകൾ വരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4.20 ഇതിന് നീളം വരുന്നത്, 3.90 ഇതിന് വീതി വരുന്നത്. ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബെഡാണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ബെഡാണ്. നേരെ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം നൽകിയിരിക്കുന്നത് പാനലിംഗ് ആണ്. മൈക്ക ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പാനലിംഗ് എല്ലാം നൽകിയിരിക്കുന്നത്. നേരെ അങ്ങോട്ട് വരികയാണെങ്കിൽ വുഡൻ റീപ്പേഴ്സ് ആണ് ആ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ലോ ഹൈറ്റിൽ നിൽക്കുന്ന 2 സൈഡ് ടേബിളുകളാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സ്പേസ് ഇനിയും കുറേ കൂടെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മിറർ വാള് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ ചെറിയ പീസ് മിററുകൾ ഇതേപോലെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ടേബിളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ റൂമിൻ്റെ സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കട്ടിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ടിൽ അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെക്സിൻ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് ഈ ഒരു കട്ടിൽ പണിതിരിക്കുന്നത്. പ്ലൈവുഡാണ് കട്ടിലിൻ്റെ മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുക. അതിൻ്റെ പുറത്ത് ഇതേപോലെ റെക്സിൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സെയിം പാറ്റേൺ സ്റ്റിച്ചിങ് വർക്ക് തന്നെ ഹെഡ് ബോർഡിലും കണ്ടിന്യൂസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ഫ്ലോറിങ് നോക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ടൈൽ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് വുഡൻ സ്ട്രിപ്പ് ടൈലുകൾ എന്ന് പറഞ്ഞ് ചെറിയ പീസ് ടൈലുകൾ കിട്ടും. ആ ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു TV യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു മിറർ നൽകിയിരിക്കുന്നു. ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ വാർഡ്രോബും അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ വരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഈ പ്ലാനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ബെഡ്റൂമും ഒരു TV യൂണിറ്റും മാത്രം. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വാർഡ്രോബ്, ഇതിൽ ഒരു സ്ലൈഡിങ് വാർഡ്രോബായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 1.80 വാർഡ്രോബിന് ഇവിടെ സ്പേസ് ഉണ്ട്. 2 ഡോറ് സ്ലൈഡിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റുകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ബെഡ്റൂമിലേക്ക് വേണ്ട സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ നൽകിയിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് FRP ഡോറാണ്. ക്യൂബ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ ഗ്രെയിൻസ് മാത്രം വരുന്ന, ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന, ഏത് ഇൻറ്റീരിയർ ആണെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ്, ഒരു ഗ്രേ ടച്ച് വരുന്ന ടൈൽ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാളിലും ഗ്രൗണ്ടിലും ഒരേപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഡൈനിങ് ടേബിൾ സെറ്റിൻ്റെ ബാക്ക് വശത്തായിട്ട് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പ്ലൈവുഡ് ബെൻഡ് ചെയ്തിട്ട് 2 ഭാഗത്തും ഒരു കർവിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ ഗ്രൂസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വീട്ടിൽ സ്റ്റോറേജ് യൂണിറ്റുകൾ വേണോ വേണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലൊക്കെ എത്ര സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും അത് മതിയാവാത്തൊരു അവസ്ഥയുണ്ട്. എന്നാൽ ചില വീടുകളിലൊക്കെ നമ്മൾ ഇതേപോലെ പോകുന്ന സമയത്ത് അവിടെ ഒട്ടും തന്നെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയതായിട്ട് കാണാറുമില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മുടെ വീട്ടിൽ സ്റ്റോറേജ് സ്പേസുകൾ കൂടുന്നതാകുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൽ ഡംപ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ശരിക്കും ഒരു വീട്ടിന് കൂടുതൽ സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. കിഡ്സ് ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡുകൾ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ ബെഡ് നൽകിയിരിക്കുന്നു, ഇവിടെ ഒരു സിംഗിൾ ബെഡ് നൽകിയിരിക്കുന്നു, ഇവിടെ ഇതേപോലൊരു എലവേറ്റഡ് ബെഡ് നൽകിയിട്ടുണ്ട്. GI പൈപ്പിലാണ് ഈ ഒരു ബെഡ് നൽകിയിട്ടുള്ളത്. കുട്ടികളൊക്കെ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ കാർട്ടൂണിൽ കാണുന്ന തരത്തിലുള്ള
ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ജീവിക്കുന്ന ഒരു ലോകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഒരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. കുട്ടികൾ വലുതാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബെഡിൻ്റെ പൊസിഷൻസൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഒരു 5 to 6 ഇയർ പ്ലാനിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെയുള്ള ഡിസൈനുകൾ ആപ്ലിക്കബിൾ ആവുക. പക്ഷേ നമ്മളൊരു കുട്ടികളുടെ എനിക്കിങ്ങനത്തെ ഒരു ബെഡ് വേണം, എനിക്കിങ്ങനത്തെയാണ് വേണ്ടത് എന്ന് കുട്ടികൾ പറയുമ്പോൾ നമ്മളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ വീട്ടിലല്ലാതെ പിന്നെ എവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നൊരു ചോദ്യം കൂടെയുണ്ട്. ഈ ഒരു ബെഡിൻ്റെ നേരെ ഈ ഭാഗത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സ്റ്റഡി ടേബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്റ്റോറേജ് യൂണിറ്റും അതിൽ കുട്ടികളുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ പാറ്റേണുകൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് വാൾപേപ്പറാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന ഇങ്ങനെ ഗ്രൂവ്സ് വരുന്ന ടൈപ്പ് വാൾപേപ്പർ മേടിച്ചൊട്ടിച്ചിരിക്കുകയാണ്. ഈ ഭാഗം പക്ഷേ പാനലിങ് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ലാമിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഈ കളർ പെയിൻറ് മാറ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നേരെ അത് സീലിങ്ങിലേക്ക് കൂടെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ജിപ്സം പ്ലസ് ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻസ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് മുഴുവൻ. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം ഇതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ക്യൂബ് ഡോർ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ടോയ്ലറ്റിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് സ്റ്റെയർ കേസാണ്. എന്നാൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസിൻ്റെ ട്രെഡായിട്ട് വുഡനാണ് നൽകിയിരിക്കുന്നത്. സോളിഡ് വുഡാണ് നൽകിയിട്ടുള്ളത്. ഹാൻഡ് റെയിലായിട്ട് ഗ്ലാസ് പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 10 mm ടഫൻ ഗ്ലാസ് ഹാൻഡ് റെയിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതും സ്റ്റെയർ കേസിൻ്റെ കോൺക്രീറ്റിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയ ഇതേപോലെ ബോൾട്ടുകൾ നൽകിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ മൈക്ക ലാമിനേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ വരുന്ന ഈ ഒരു സ്പേസർ ജോയിൻറ്റുകളെല്ലാം ഒരു ഗോൾഡൻ ടച്ചാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലെല്ലാം ഗോൾഡൻ സ്ട്രിപ്പുകൾ കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 2 ഭാഗത്തേക്ക് നമുക്ക് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫിനിഷ് വരുന്നൊരു ലൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാസേജ് സ്പേസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ലിവിങ് സ്പേസിൽ ആരാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കണം. 2 ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ്. സീലിംഗ് ഒക്കെ നമുക്ക് ഏകദേശം കൈ എത്തുന്ന ദൂരത്തിലാണ് സീലിംഗ് ഒക്കെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തോന്നും. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ ലിവിങ് സ്പേസ് ആണ്. നേരെ നമ്മൾ ഈ പാസേജ് സ്പേസ് ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾസ്റ്ററി ചെയ്ത ഒരു സോഫ സീറ്ററും ഒരു ആം ചെയറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 2 ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. TV വെച്ചിട്ടില്ല. TV പിന്നീട് വരുന്ന രീതിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് പാനലിങ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ലാമിനേറ്റ് ആണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ഷെയ്ഡ് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. കർട്ടനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കർട്ടൻ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഇടുന്ന ഷിയർ കർട്ടൻസ് ഇത് വൈറ്റ് ഷെയ്ഡിലും ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ബ്ലാക്ക് ഷെയ്ഡിലുമാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് സീലിങ്ങിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിന് ഇത്രയും ആംബിയൻസ് ലഭിക്കുന്നതിൽ ഇവിടുത്തെ ഒരു കളർ പാലറ്റിന് നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡാർക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. SPC വുഡൻ ഫ്ലോറിംഗ് എന്നാണ് ഇത്തരത്തിലുള്ള ഫ്ലോറിങ്ങുകൾ വിളിക്കുക. ഇത് ടൈലല്ല, ഇതൊരു തരത്തിലുള്ള പോളിമർ മെറ്റീരിയലാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നനച്ച് തുടയ്ക്കാനൊക്കെ സാധിക്കും. പക്ഷേ നമുക്ക് സാധാരണ ടൈലിൽ തുടയ്ക്കുന്ന പോലെ ഹാർഡായിട്ട് വെള്ളം ഒഴിച്ച് തുടയ്ക്കാൻ കഴിയില്ല. അല്പം കെയർ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്പേസാണ് ഈ SPC വുഡൻ ഫ്ലോറിങ്.
അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ഗസ്റ്റുകൾ വന്നിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫ്ലോറിങ്ങുകൾ നമ്മൾ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മൈ ബെറ്റർ ഹോം സ്പേസ് ഇട്ടതിന് ശേഷം SPC ഫ്ലോറിംഗ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ ഫിനിഷും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ തിരികെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2 പാർട്ടീഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസും GI പൈപ്പും തമ്മിൽ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടീഷനാണ് നൽകിയിട്ടുള്ളത്. സെയിം പാർട്ടീഷൻ തന്നെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പാസേജ് സ്പേസിലേക്ക് തിരികെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഒരു ആക്സസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ബാൽക്കണി എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷ് വരുന്ന സ്ട്രിപ്പ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് MS പട്ടയിലും MS റോഡിലുമാണ്. അത് നല്ല ഭംഗിയിൽ തന്നെ വെൽഡ് ചെയ്ത് സിമ്പിളാക്കി വെച്ചിരിക്കുന്നു. പാസേജ് സ്പേസിലൂടെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 2 ഭാഗത്തും ഇതേപോലെ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഡൈനിങ് സ്പേസ് ഏരിയ ആണ് നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. ആ ഒരു ഗ്രീൻ കളർ പാലറ്റ് വരുന്ന ഡൈനിങ് ടേബിൾ സെറ്റ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമുക്ക് അപ്സ്റ്റെയറിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈന് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 4:20 ബെഡ്റൂമിന് സൈസ് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫിക്സ്ഡ് ആയിട്ടുള്ള ബെഡാണ്. 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ബോർഡിലെല്ലാം ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിൽ 2 മെറ്റൽ ആർട്ടുകൾ വാൾ ഡെക്കോറായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബുകൾ ഈ ഒരു വാളിൽ മുഴുവനായിട്ട് നൽകിയിരിക്കുകയാണ്. വാർഡ്രോബിൽ മുകൾ ഭാഗത്ത് മുഴുവൻ സ്റ്റോറേജ് സ്പേസുകൾ ഇതേപോലെ നൽകിയിരിക്കുന്നു. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ വരുന്നു, സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഫ്ലോറിങ്ങിലേക്ക് നോക്കൂ നിങ്ങൾ. സാധാരണ മാർബിൾ ഫ്ലോറിങ്ങിന് പകരം ഇവിടെ ടൈൽ ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും വുഡൻ സ്ട്രിപ്പാണ് ടൈൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. വിട്രിഫൈഡ് ടൈലാണ് ഈ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ 4:20 നീളം വരുന്നത്, 3:60 ഇതിന് വീതി വരുന്നത്. കിങ് സൈസിൽ വരുന്നൊരു ബെഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫിക്സ്ഡ് ആയിട്ടുള്ള ബെഡ് തന്നെയാണ്. ഹെഡ് ബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ്. ഇവിടുത്തെ എല്ലാ കർട്ടൻസും ഇതേപോലെ വുഡ് ഉപയോഗിച്ചിട്ട് ഒരു പാനലിങ് നൽകിയിട്ടുണ്ട്. കർട്ടൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കർട്ടൻ നൽകിയിട്ടുള്ളത്. സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് ജിപ്സം സീലിംഗ് ആണ് സീലിംഗിലും നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിലെല്ലാം ഇതേപോലെ വുഡൻ വിട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് വാർഡ്രോബുകൾ ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സാധാരണ തുറക്കുന്ന ഡോറ് കൊടുത്താലേ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇതേപോലെയുള്ള സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബുകൾ യൂസ് ചെയ്യുക. വൈറ്റ് പ്ലസ് വുഡൻ കളർ തീമാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഈ വീട് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റും വുഡും കളർ കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇയാമ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. വീഡിയോയുടെ തുടക്കത്തിലേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആൻഡ് കൺസ്ട്രക്ഷൻ ഫേമാണ് ഇയാമ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. കോഴിക്കോട് പൊറ്റമ്മലാണ് അവരുടെ ഓഫീസ് വരുന്നത്. നിങ്ങളുടെ വീടിന് ഇൻറ്റീരിയർ വർക്ക്സ്, ഡിസൈൻ ആൻഡ് വർക്ക്സ് ആൻഡ് സൂപ്പർവിഷൻ ചെയ്യാനാണെങ്കിലും കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യാനാണെങ്കിലും ഇനി പഴയ വീട് റെനോവേറ്റ് ചെയ്ത് പുതിയതാക്കി നൽകി അതിന് ഇൻറ്റീരിയർ ചെയ്യാനാണെങ്കിലും ഒക്കെ ഇയാമ ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റുകളിൽ തന്നെ നിങ്ങളൊന്ന് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ